നമസ്കാരം. രുദ്രൻഭായിയാണ്. ഇന്ത്യൻ ആത്മീയതയും മാർക്സിസവുമാണ് വിഷയം. ഈ മാർക്സിസത്തെ ഗൗരവപൂർവം പഠിക്കുന്നതിനോടൊപ്പം തന്നെ മാർക്സ് ആരാണെന്നുള്ള വളരെ ചിന്താപരമായൊരു വിഷയം നിലനിൽപ്പുണ്ട്. ഞാൻ കാറൽ മാർക്സിനെ പഠിക്കുന്നത് കെ ദാമോദരൻ്റെ ചെറിയ മലയാളം പുസ്തകം പ്രഭാതിയിൽ നിന്ന് മേടിച്ചുകൊണ്ടാണ്. പിന്നെ എമിൽ ബോൺസ് തൊട്ട് ആൻറ്റി മാർക്സിസ്റ്റുകളായ അൽത്തൂസർ, ഗ്രാംചി തൊട്ട് എഡ്വിൻ തുടങ്ങിയ ക്യാപിറ്റലിസം എഡ്വിനാണ്. മാർക്സിനേലും കുറച്ചുകൂടി എക്കണോമിക്കലായിട്ട് ബേസ് ഉണ്ടായിരുന്ന ജർമ്മനിയിൽ എഡ്വിനാണ്. എഡ്വിൻ എന്തുകൊണ്ട് എക്കണോമിക്കലായിട്ട് അല്ലെങ്കിൽ ധനശാസ്ത്രപരമായി രക്ഷപ്പെട്ടാത്ത നിന്നതെന്ന് പറഞ്ഞാൽ അതിനെ രൂപപ്പെടുത്താൻ ആളില്ലാതെ വന്നതിൻ്റെ ഉണ്ട് പ്രശ്നങ്ങൾ. ഓക്കെ, മാർക്സിനെ ബന്ധപ്പെടുത്തി നമുക്ക് സംസാരിക്കുകയാണെങ്കിൽ മാർക്സ് ഇന്ത്യൻ ആധ്യാത്മികമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ മാർക്സ് ജനിച്ച ജർമ്മനി ഒരിക്കലും ഇന്ത്യൻ ആധ്യാത്മികത പോലെ വലിയ വിജ്ഞാനപ്രദമായ ഒരു സ്ഥലമല്ലായിരുന്നു, സമ്പത്തുള്ള സ്ഥലമൊന്നുമല്ലായിരുന്നു. എങ്കിലും ജർമ്മനിയിൽ അത്യാവശ്യം അറിയാലോ, ജർമ്മൻ സായിപ്പന്മാരാണ് ഇന്ത്യയിൽ. മാർക്സ് ബുള്ളർ തൊട്ട് ഒരുപാട് പേരുണ്ട് പറയാനാണെങ്കിൽ. മിഷണറി പ്രവർത്തനം നടത്തിയവരും ആര്യന്മാരുടെയൊക്കെ ഒരു വംശം ശരിക്കും ബേസിക്കൽ ജർമ്മനിയാണ്. ജർമ്മൻ ഭാഷ തന്നെ ഭയങ്കരമായൊരു സംഭവമാണ്. ജർമ്മനിലെല്ലാ ഫിലോസഫർമാരാണ്. ഏറ്റവും ലോകത്തെ മാറ്റിമറിക്കുന്ന ചിന്തകളുണ്ടായത് ജർമ്മനിയിൽ തന്നെയാണെന്ന് നമുക്ക് വിശ്വസിക്കേണ്ടിയിരിക്കുന്നത്. മാർക്സിസം തന്നെ ലോകം പിടിച്ചടക്കിയതാണ്. അപ്പോൾ കാറൽ മാർക്സിനെ സംബന്ധിച്ച് മാർക്സിസവുമായിട്ട് ബേസ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യം ചർച്ച ചെയ്യാനുണ്ട്. മാർക്സും ജെന്നിയും 4 കുട്ടികളും അവരുടെ ജീവിതവും. നമ്മളെ ഈ ജർമ്മൻകാരൊക്കെ സായിപ്പന്മാർ കോട്ടും വലിയ സൂട്ടൊക്കെ ഇട്ടിരിക്കണതുകൊണ്ട് അവർ സമ്പന്നരൊന്നുമല്ല. മാർക്സൊക്കെ വളരെ ഇവിടുത്തെ പെറ്റി ബൂർഷാസി എന്ന് പറയുന്നതിലും താഴത്തുള്ള ജീവിത നിലവാരത്തിലുള്ളതാണ്. അതുകൊണ്ടാണ് ജ്വരം വന്ന് ആ കുട്ടി മരിക്കുമ്പോഴും കാറൽ മാർക്സ് പുസ്തക എഴുത്തിൽ തന്നെ വളരെ ജാഗ്രരൂപനായിരുന്നത്. അപ്പം മാർക്സിസത്തിൻ്റെ വില നമ്മൾ ഗൗരവമായിട്ട് മനസ്സിലാക്കണം. ആൻറ്റി മാർക്സിസ്റ്റുകൾ മാർക്സിസത്തെക്കുറിച്ചും ഹ്യൂമനിസത്തെക്കുറിച്ചും റാഡിക്കൽ ഹ്യൂമനിസത്തെക്കുറിച്ചൊക്കെ വിലയിരുത്തുമ്പോൾ ഗൗരവമായ മാർക്സിൻ്റെ അന്വേഷണത്തിൻ്റെ വ്യാപ്തി തുടക്കം മുതൽ അദ്ദേഹത്തിൻ്റെ സഞ്ചാരം, അതായത് അദ്ദേഹത്തിൻ്റെ സാഹിത്യ സരണികളോ അദ്ദേഹത്തിൻ്റെ ഉദ്ധരണികളോ അദ്ദേഹത്തിൻ്റെ സൈദ്ധാന്തിക നിലപാടുകളോ പിൽക്കാലത്തേക്ക് അത് വളർന്നത് എങ്ങനെയാണ്, പിന്നീട് അവസാനിക്കുന്ന കാലഘട്ടമുണ്ട്. ജർമ്മനിയിലെ സാമ്രാജ്യത്വ വ്യവസ്ഥയും ആഗോളതലത്തിലുള്ള ബൂർഷ ഭരണവ്യവസ്ഥയ്ക്കുമെതിരെ മാർക്സിസം ആഞ്ഞടിച്ചതിൻ്റെ സൈദ്ധാന്തികവും പ്രായോഗികമായ പ്രശ്നങ്ങൾക്കപ്പുറം കാറൽ മാർക്സിനെ സംബന്ധിച്ച് വ്യക്തിപരമായി വൈകാരികപരമായി ഉണ്ടായിരുന്ന ചിന്താപരമായ ഒരുപാട് വിഷയങ്ങൾ നിലനിന്നിരുന്നതെല്ലാം ഇപ്പം എനിക്കാണേലും മാറും. നമ്മൾ ഇന്ന് കാണുന്നതല്ലല്ലോ നാളെ. അപ്പം ലോകവ്യവസ്ഥ തന്നെ മാറും. മാറ്റം തന്നെയാണല്ലോ മാർക്സിസത്തിൻ്റെ പ്രധാന കാരണം. അപ്പം മാറ്റം ത്തിനു വേണ്ടിയുള്ള ലോകത്തിലെ ഏറ്റവും പരിഷ്കരണ സമൂഹത്തിൻ്റെ പരിഷ്കൃതമായ ഒരു സമൂഹത്തെ രൂപപ്പെടുത്താൻ വേണ്ടി അപരിഷ്കൃതമായ സാമൂഹ്യ വ്യവസ്ഥയെ പ്രാകൃത കമ്മ്യൂണിസത്തിൽ നിന്നും കമ്മ്യൂണിസത്തിലേക്കും സോഷ്യലിസത്തിലേക്കുള്ള കടന്നു കയറാനുള്ള മാർക്സിസത്തിൻ്റെ സൈദ്ധാന്തികവും പ്രായോഗികമായ വീക്ഷണങ്ങളെ മാർക്സിസവുമായിട്ട് വിലയിരുത്തുവാൻ ഒരിക്കലും പറ്റുന്നതല്ല. ഇന്ത്യൻ മാർക്സിസത്തെ സംബന്ധിച്ച് ഇന്ത്യൻ മാർക്സിസം ഒരിക്കലും മാർക്സിസവും അല്ല. ഇതെല്ലാം വരട്ടുതത്വപരമായ മാർക്സിസമാണ്. ജനങ്ങളെ ചൂഷണം ചെയ്യാനുള്ള കപടതന്ത്രമായ മാർക്സിസവുമായിട്ട് ഒരു പാർട്ടിയും ഇന്ത്യൻ മാർക്സിസ്റ്റ് രാഷ്ട്രീയത്തിലില്ല. CPI, CPM ഒക്കെ എന്ന് പറഞ്ഞാൽ ബൂർഷ ഭരണകൂടത്തെ പോലെ മറ്റൊരു വലതുപക്ഷ രാഷ്ട്രീയമാണ്. അതിലൊക്കെ ബുദ്ധിപരമായി സൈദ്ധാന്തികപരമായ മാർക്സിസത്തെ മനസ്സിലാക്കാത്ത കുറേ ബലിയാടകൾ കേരളത്തിൽ ഇന്നും ജീവിക്കുന്നത് കൊണ്ട് അവർക്ക് എവിടെ നിൽക്കണത് എന്താണെന്ന് അറിയാമല്ലോ. ബഹുഭൂരിപക്ഷം അതിലുള്ള പാർട്ടിയുടെ നേതൃത്വത്തിലുള്ളവർ പോലും ആധ്യാത്മികമായ ചിന്തയിലും ഈ ഹിന്ദു വിശ്വാസത്തിലും ഒക്കെ ഉള്ള ഭൂരിപക്ഷം പേരാണ് അതിനകത്ത് ഉള്ളത്. എന്തായാലും മാർക്സിസം കേരളത്തിൽ നിലനിൽക്കുന്നത് ഹിന്ദുക്കൾ ഭൂരിപക്ഷം ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഒരിക്കലും മാർക്സിസം കേരളത്തിൽ ഇത്രയും വർഷം നിലനിൽക്കത്തില്ല. ഇന്ത്യൻ ആധ്യാത്മികതയ്ക്ക് പറ്റിയതല്ല കാറൽ മാർക്സിസം. കാറൽ മാർക്സിൻ്റെ ഐഡിയോളജി ഒരിക്കലും ഇന്ത്യൻ ആധ്യാത്മികതയിലേക്ക് നമുക്ക് അടുപ്പിക്കാൻ പറ്റത്തില്ല. ഇപ്പം ലോകത്തെല്ലായിടത്തും മാർക്സിസത്തെ കൂട്ടുവെച്ച് വായിക്കാൻ ഇടയായിട്ടുണ്ട്. കത്തോലിക്ക സഭ തന്നെ ലിബറേഷൻ തിയോളജിയൊക്കെ രൂപപ്പെടുത്തിയത് മാർക്സിസവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വിശപ്പും സമരവും എന്നുള്ള പ്രശ്നവും മാർക്സിസവും ക്രൈസ്തവ സഭകളും ആയിട്ടുള്ള സൈദ്ധാന്തിക നിലപാടുകളിൽ ലിബറേഷൻ തിയോളജി പോലും ഉണ്ടാകുന്നതാണ്. പക്ഷേ ഇന്ത്യയിൽ മാർക്സിസത്തിന് ഇനി ഒരിക്കലും ആയുസ് ഉണ്ടാകുന്നതല്ല. മാർക്സിസം ഇന്ത്യയിൽ പരാജയപ്പെടും. കാര്യം മാർക്സിസ്റ്റ് സൈദ്ധാന്തിക നിലപാടിൽ ജീവിച്ച ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണ്, മാർക്സിസത്തിൻ്റെ കാലം കഴിഞ്ഞു, കാലഹരണപ്പെട്ടു. ഇന്ത്യയിൽ ഇനി വളരുന്നത് ഇന്ത്യയിൽ അധിഷ്ഠിതമായ ആധ്യാത്മിക ചിന്തയും മാർക്സിസവും ലോകത്തിലുള്ള എല്ലാ
സരണികളെയും ഉൾക്കൊള്ളുന്ന നവീകരിക്കപ്പെട്ട ഒരു ഫിലോസഫി ഇന്ത്യൻ പരിവർത്തനവാദികളായ, ഇന്ത്യയുടെ മിത്തോളജിയെ അംഗീകരിക്കുന്ന, ചുരുക്കി പറഞ്ഞാൽ ഹിന്ദുത്വവാദികളായ രണ്ട് തരം ആൾക്കാരാണ് ഇന്ത്യയിൽ രൂപപ്പെടുന്നത്. ഒന്ന് തീവ്ര ഹിന്ദുത്വവാദികളും ഒന്ന് മിതവാദികളും. ഈ മിതവാദികൾ സൈദ്ധാന്തികപരമായി ഉയർന്ന ചിന്തയുള്ള ഒരു അദ്വൈതവാദികളായ നാരായണ ഗുരുസ്വാമികളെ പോലെയും ശങ്കരാചാര്യരെ പോലെയുള്ള ഒരു അദ്വൈത സിദ്ധാന്തത്തിൽ ആധാരമായ ശൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു കേരളത്തിനുമുള്ള നവോത്ഥാന പാരമ്പര്യത്തിൽ നിന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും ഉണ്ടാകുന്നത്. ഹിന്ദു നവോത്ഥാന മണ്ഡലം തന്നെ ഉണ്ടാകാൻ കാരണം ഇവിടുത്തെ ആധ്യാത്മിക ചിന്തകൾ ഉണ്ടായിരുന്നതാണ്. നാരായണ ഗുരുവും അയ്യാ വൈകുണ്ഠസ്വാമിയും തപസി ഓവൽ സ്വാമിയും കുമാരഗുരുദേവനും അടങ്ങുന്ന അധസ്ഥിതർ ഉണ്ടായിരുന്നതുകൊണ്ട് ഹിന്ദുമതം ഇവിടുന്ന് നഷ്ടപ്പെട്ടില്ല. ബഹുഭൂരിപക്ഷം വരുന്ന അടിസ്ഥാന ജനതകൾ ഹിന്ദുക്കളാണ്. ആ അടിസ്ഥാന ജനതകളുടെ സ്വത്വബോധം വീണ്ടെടുക്കുവാൻ നവോത്ഥാന നായകന്മാർ നാരായണ